ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ രാവിലെ തന്നെ എണീച്ച് നമ്മൾ തോട്ടിലോട്ടൊരു യാത്രയായി കേട്ടോ. അപ്പോൾ ഈ വെട്ടം കാണുമ്പോൾ നിങ്ങൾ തന്നെ വിചാരിക്കും എവർക്ക് നട്ടുച്ചയ്ക്കാണോ നേരം വെളുത്തേന്ന്. അതൊന്നുമല്ല ഗൈസ്, ഇവിടെ ഒരു 9 മണി സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ നോക്കിയപ്പോൾ വലയിരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട് 2 മീൻ കിട്ടിയാൽ അത്രയും നല്ലതല്ലേ എന്നും പറഞ്ഞൊന്ന് ഇറങ്ങിയതാണ്. ഇന്നലെ മിനിങ്ങാന്നൊക്കെ ആയിട്ട് കുറച്ച് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വെള്ളം കൊണ്ട് ഒരുപാടൊന്നുമില്ല, കുറച്ച് വെള്ളം. അപ്പോൾ കുറേ നാളായി തോട്ടുമീൻ തിന്നിട്ട്, അപ്പോൾ എന്തെങ്കിലും കിട്ടുമോയെന്നറിയാം എന്നും പറഞ്ഞിറങ്ങിയതാണ്. കമ്പ് വേണം വലകളെ ഇതുകൊണ്ട്. ഒന്ന് കിട്ടിയേട്ടാ, കുരുങ്ങി. എൻ്റെ ബുദ്ധി വിമാനമാണല്ലോ. ഒന്ന് കുരുങ്ങി താണ്ട കാണാം. ഇതെല്ലാം അപ്പുറത്തെ സൈഡിൽ പോയെന്ന് തോന്നുന്നു. ഞാൻ അപ്പോൾ മേഘലോട്ട് പോയിട്ട് വരട്ടെ. മുകളിൽ എന്തരായോ എന്തോ വെള്ളം ഉണ്ടാകുന്നോ. അപ്പോൾ ഗൈസ്, നമ്മുടെ മെഗലിലോട്ട് പോവുകയാണേ. നേരത്തെ വന്ന ടൈമിലൊന്നും ഇവിടെ വെള്ളമില്ലായിരുന്നു. എന്നാൽ ഇപ്പം വെള്ളമൊക്കെ അത്യാവശ്യം കയറിയിട്ടുണ്ടെന്നൊരു വിശ്വാസം. ഒരു കുളമായിരുന്നു, ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഒന്നും ആയില്ല ഗൈസ്. ഈ പാറയുടെ ഹൈറ്റിൽ വെള്ളം വരും കേട്ടോ. നല്ല ഭംഗിയാണ് സത്യം പറഞ്ഞാൽ. ഇവിടെ നിൽക്കുമ്പോൾ ഉണ്ടോ, ഇതിൻ്റെ മേഘലിലോട്ട് ഇനിയും ഉണ്ട് കേട്ടോ. ഇതുപോലെ വെള്ളച്ചാട്ടം മേഘലിലോട്ട് കുറേ ഉണ്ട്. നമുക്കതൊക്കെ ഒരു വേറൊരു വ്ളോഗിൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു കുഞ്ഞു മുനി വ്ളോഗായിട്ട് ഇതങ്ങ് പൊക്കോട്ടെ. ഉണ്ടോ, നമ്മുടെ വീടൊക്കെ ഇതെവിടെ ആയിട്ട് വരും. നമ്മുടെ വീട് കാണാൻ പറ്റും. ഇതാ ഒരു കുഞ്ഞു ടാർപ്പാണെന്നുണ്ട്. അതാണ് കേട്ടോ വീട്. വേട്ടത്താതിപ്പുണ്ട്. മേഘലിലോട്ടൊക്കെ കണ്ടോ ഗൈസ്. അപ്പോൾ ഒരു കുഞ്ഞു മിനി വ്ളോഗാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് മീൻ കിട്ടിയിട്ടുണ്ടോ ഇല്ലയെന്നൊക്കെ ഞാൻ പിന്നീട് കാണിച്ചു തരാം. അവിടെ ഇരുന്ന് ആശം കുത്തികളൊക്കെ വിടുന്നുണ്ട്. നമ്മുടെ പാലം കണ്ടോ. എൻ്റെ മേഘലിലോട്ടൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഞാൻ അതൊക്കെ പിന്നീട് കാണിച്ചു തരാം. എന്താ ഒരു മഴയത്തൊക്കെ ഇവിടെ കംപ്ലീറ്റ് വെള്ളമാണ് കേട്ടോ. ഇവിടെ ഒന്നും കാണാൻ, പാറയൊന്നും കാണാൻ പറ്റത്തില്ല. പിന്നെ ഇത് കാണുന്ന ആ വഴി മേഘലിലോട്ടൊക്കെ പേപ്പാറ പോകുന്ന റോഡാണേ. ഇവിടെ വല എടുത്തു തോന്നുന്നു. അപ്പോൾ നമുക്ക് താഴോട്ട് പോവാം. ഈ പാറയുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഈ കുഴിയിലിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു മഴയത്ത് ഈ പാറ ഇവിടെ നിന്ന് വെള്ളം അടിച്ചെടുത്ത് ഇവിടെ കൊണ്ടിട്ടതാണ്. അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ അവിടെ കുഴിയായത്. ഈ ഇടയ്ക്ക് രൂപപ്പെട്ടൊരു കുഴിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് താഴോട്ട് ഇറങ്ങാം.
നമുക്കിപ്പോൾ താഴോട്ട് പതിയെ ഇറങ്ങാം. അവിടെ എന്തായെന്നറിയില്ല, ജസ്റ്റ് നോക്കാം കേട്ടോ. മീനൊന്നും കാണാൻ ചാൻസ് കുറവാണ് വളരെ. ഓക്കെ, ആയിട്ടുണ്ട് ഗൈസ്. എന്തായെന്നൊരു പിടുത്തമില്ല. സോറി, ഒന്നുമില്ല ഗൈസ്. ചേട്ടൻ വല കിട്ടുന്നു. ഇതുകൊണ്ടാ മീനെടുത്ത് ഒന്നേ ഉള്ളൂ. പമ്പിൻ്റെ അവിടെ രണ്ടു ഒരെണ്ണം, രണ്ടെണ്ണം, ഒന്നേ ഉള്ളൂ. അപ്പോൾ ഗൈസ് നമുക്ക് ചെറിയൊരു എന്തൊരിത് കൈപ്പറ്റ കിട്ടി. നമ്മളത് റിലീസ് ചെയ്തിട്ടുണ്ട്. ഒന്നായിട്ട് കറി വയ്ക്കാൻ പറ്റില്ല, റിലീസ് ചെയ്തെന്നും പറയാൻ പറ്റില്ല. ഓക്കെ ഗൈസ്, അതിന് ജീവൻ വെച്ചു. നമ്മളിനി വലയും കൊണ്ട് അടുത്ത മേച്ചിൽ പുറങ്ങൾ തപ്പി ഇറങ്ങുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വലിയ വ്ളോഗിൽ വീണ്ടും കാണാം. ബൈ ബൈ.